ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا. ആയത്ത് 6 രണ്ടാം ഭാഗം. വലാ തഅകുലൂഹ, നിങ്ങൾ അനാഥരുടെ സമ്പത്ത് ഉപയോഗിക്കരുത്. ഇസ്റാഫ, അമിതമായ നിലയിലും. വബിദാറൻ അൻ യക്ബറൂ, അവർ പ്രായപൂർത്തിയാകുമെന്ന ഭയത്താലും നിങ്ങൾ അതിനെ ഉപയോഗിക്കരുത്. വമൻ കാന ഗനിയൻ ഫൽയസ്തഅഫിഫ്, ആരാണോ സമ്പന്നൻ അവൻ അവരുടെ സമ്പത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നുകൊള്ളട്ടെ. വമൻ കാന ഫഖീറൻ ഫൽയഅകുൽ ബിൽ മഅറൂഫ്, ദരിദ്രനായവൻ ന്യായമായ നിലയിൽ അതിൽ നിന്നും ഭക്ഷിച്ചുകൊള്ളട്ടെ. فإذا دفعتم إليهم أموالهم فأشهدوا عليهم, അവരുടെ സമ്പത്ത് നിങ്ങൾ അവരെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ മേൽ സാക്ഷി നിർത്തുക. വകഫാ ബില്ലാഹി ഹസീബാ, കണക്ക് നോക്കുന്നവനായി അല്ലാഹു തന്നെ മതിയായതാണ്. അല്ലാഹു തആല വളരെ പുണ്യമാക്കിയ ഒരു കർമ്മമാണ് അനാഥരെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിലൂടെ ഇഹലോകത്തും മനുഷ്യന് വിജയിക്കാൻ സാധിക്കും, പരലോകത്തും വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. അനാഥരെ നിന്ദിക്കുന്നതും നിസ്സാരപ്പെടുത്തുന്നതും അവരോട് അക്രമങ്ങളും ക്രൂരതകളും കാട്ടുന്നത് മഹാപാപമാണ്. ഇഹലോകത്തും അതിന്റെ നാശങ്ങളുണ്ടാകും, പരലോകത്തും അതിന്റെ ഭയങ്കരമായ നാശങ്ങളുണ്ടാകും. അനാഥരോട് അക്രമം കാട്ടുക എന്നത് രണ്ട് നിലയിലാണ്. ഒന്ന്, എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ അക്രമങ്ങൾ കാട്ടുക. മറ്റൊന്ന്, അവർക്ക് സേവന സഹായങ്ങൾ ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ അക്രമങ്ങൾ കാട്ടുക. ജാഹിലിയ കാലഘട്ടത്തിലും ഇന്നും ഇത്തരം അക്രമങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ രണ്ട് അക്രമങ്ങളെയും ശക്തിയുക്തം എതിർക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അക്രമങ്ങൾ ഒഴിവാകാൻ എന്നല്ല, അനാഥരെ സംരക്ഷിക്കുന്നവർക്കും ഗുണകരമായ ഏതാനും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ ആയത്തിൽ വിവരിക്കുന്നത്. അതിലൊന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർ നല്ല അവസ്ഥയിൽ പ്രായപൂർത്തിയായാൽ അവരുടെ സമ്പത്ത് അവരെ ഏൽപ്പിക്കണം. അതിനുവേണ്ടി അവർ നല്ല നിലയിൽ സദാചാര ബോധത്തോടെ വളർന്നുയരുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും വേണം. ولا تأكلوها إسرافا وبدارا أن يكبروا, ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഈ അനാഥരുടെ സദാചാര ബോധത്തിനു വേണ്ടി പരിശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അവരിൽ സദാചാര ബോധമുണ്ടാകും. നെല്ല് വിതച്ചാൽ അരിയുണ്ടാകും, ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിച്ചാൽ സ്വാഭാവികമായും അവർ നന്നായിത്തീരും. ഈ സമയത്ത് പിശാച് മനസ്സിൽ ഒരു ദുർബോധനം ഇട്ടുതരും.
അടുത്ത് തന്നെ ഈ യതീമായ കുട്ടി പ്രായപൂർത്തിയാകും, അവന് ഞാൻ പൈസ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ പൈസ മുഴുവനും അടിച്ച് ചെലവഴിച്ച് ദൂർത്തടിച്ച് തീർക്കുക എന്ന് പിശാച് പ്രേരിപ്പിക്കും. അള്ളാഹു ഇതിനെ തടഞ്ഞുകൊണ്ട് പറയുന്നു, വലാ തഅകുലൂഹാ ഇസ്റാഫൻ വബിദാറൻ അൻ യക്ബറൂ. അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ധനം തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന ഭയം കാരണമായി അമിതമായ നിലയിലും അനാവശ്യമായ നിലയിലും നിങ്ങൾ ആ സമ്പത്ത് ഉപയോഗിക്കാൻ പാടില്ല. അനാഥയായ പെൺകുട്ടിക്ക് 10 വയസ്സായി, ആൺകുട്ടിക്ക് 14 വയസ്സായി. ഇനി 1 വർഷത്തിനകം എനിക്ക് സമ്പത്ത് മുഴുവനും അവരെ തന്നെ ഏൽപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് പ്ലെയിനിൽ ആ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് ഒരു യാത്ര കശ്മീരിലേക്ക്, അടുത്ത യാത്ര കാഠ്മണ്ഡുവിലേക്ക്, പിന്നെ ഒരു യാത്ര ദുബൈയിലേക്ക്. അതുപോലെ ഓരോ മാളുകളും കയറി ഇറങ്ങുന്നു. 2 മുട്ടായി കുട്ടിക്ക് മേടിച്ചു കൊടുക്കും. എന്നിട്ട് ഇയാൾ കുറെ സാധനങ്ങൾ മേടിക്കുകയും തിന്നുകയും ഉപയോഗിക്കുകയും ചെയ്യും. ഖുർആൻ പറയുന്നു, ഇത് അങ്ങേയറ്റം നിന്ദ്യമായ സ്വഭാവമാണ്. നിങ്ങളുടെ സമ്പത്ത് തന്നെ ദൂർത്തടിക്കുന്നത് തെറ്റ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. മറ്റുള്ളവരുടെ സമ്പത്ത് ദൂർത്തടിക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റ്. ചോദിക്കാൻ ആരുമില്ലാത്ത അനാഥരുടെ സമ്പത്ത് ദൂർത്തടിക്കുന്നതോ ഇതിനേക്കാളെല്ലാം വലിയ തെറ്റ്. വലാ തഅകുലൂഹാ ഇസ്റാഫൻ വബിദാറൻ അൻ യക്ബറൂ. അവർ വലുതാകുമ്പോൾ അവരുടെ സമ്പത്ത് അവരെ ഏൽപ്പിക്കേണ്ടി വരും എന്ന ഭയം കാരണമായി ധൃതി കൂട്ടിയും ദൂർത്തടിച്ചും അവരുടെ സമ്പത്ത് നിങ്ങൾ അന്യായമായി ഉപയോഗിക്കരുത്. ഈ സമയത്തൊരു ചോദ്യമുണ്ടാകും, പിന്നെ എനിക്ക് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റണ്ടേ? ഞാൻ യതീംഖാനയുടെ ഉദ്യോഗസ്ഥനാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി എനിക്കുണ്ട്, അത് കാരണമായി എനിക്ക് മറ്റ് ജോലികൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഖുർആൻ നീതിയോടുകൂടി പറയുന്നു, വമൻ കാന ഗനിയൻ ഫൽയസ്തഅഫിഫ്. അനാഥരെ നോക്കുന്ന വ്യക്തി സമ്പന്നനാണെങ്കിൽ അവൻ അനാഥരുടെ സമ്പത്തിൽ നിന്നും പരിപൂർണമായി മാറി നിന്നുകൊള്ളട്ടെ. പടച്ചവന് വേറെ വഴിയിൽ എനിക്ക് പൈസ തന്നിട്ടുണ്ട്, എന്തിന് മദ്രസയുടെ പൈസ എടുക്കണം? എന്തിന് അനാഥരുടെ സമ്പത്ത് എടുക്കണം? ഞാൻ ആ സമ്പത്ത് എന്റെ സ്വന്തം സമ്പത്ത് ഉപയോഗിച്ച് ജീവിക്കാൻ. വമൻ കാന ഗനിയൻ ഫൽയസ്തഅഫിഫ്. പിന്നെ അനാഥർക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നതിനും അള്ളാഹു ഉന്നതമായ കൂലി ഈ ലോകത്തും നൽകും, നാളെ പരലോകത്തും നൽകും. വമൻ കാന ഫഖീറൻ ഫൽയഅകുൽ ബിൽ മഅറൂഫ്. ആരെങ്കിലും ദരിദ്രനാണെങ്കിൽ നിയമപ്രകാരം അതിൽ നിന്നും ഉപയോഗിച്ചു കൊള്ളട്ടെ. എന്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല, ഞാൻ അനാഥരെ നോക്കുന്നു, മദ്രസയുടെ കാര്യമാണ് നോക്കുന്നത്, മസ്ജിദിന്റെ കാര്യമാണ് നോക്കുന്നത്. എന്നെപ്പോലുള്ളൊരു വ്യക്തിക്ക് ഈ ജോലിയല്ലാത്ത മറ്റ് മാന്യമായ ജോലി ചെയ്താൽ ഏതൊരു സമ്പത്ത് ലഭിക്കുമോ അത്രയും സമ്പത്ത് അനാഥരുടെ സമ്പത്തിൽ നിന്നും എടുക്കാവുന്നതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി, അതിനു മുമ്പ് തുണിക്കച്ചവടമായിരുന്നു. മഹാനവറുകൾ പ്രധാനപ്പെട്ട സഹാബികൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ എന്റെ തുണിക്കച്ചവടം കൊണ്ട് കാര്യങ്ങളെല്ലാം നടന്നിരുന്നു, ഇപ്പോൾ ഞാൻ സമുദായത്തിന്റെ കാര്യം നോക്കണം, എന്റെ സാമ്പത്തിക കാര്യം എങ്ങനെ നടത്തും? സഹാബാക്കൾ ആലോചിച്ചു, ഒരു സാധാരണ വ്യക്തിക്ക് ഒരു മാസം ചെലവാകുന്ന സമ്പത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശമ്പളമായി നിശ്ചയിച്ചു. അതിനുശേഷം മഹാനവറുകൾ അതിൽ നിന്നും വളരെയധികം കുറവ് വരുത്തുകയുണ്ടായി. താലീമിന്റെ കിതാബിൽ വരുന്നുണ്ട്, ഭാര്യ ആഗ്രഹിച്ചു കുറച്ച് പലഹാരം കഴിച്ചാൽ കൊള്ളാം. അവരോട് പറഞ്ഞു, എനിക്ക് വേറെ പൈസ കൂടുതൽ ചോദിക്കാനുള്ള അർഹതയില്ല, ഞാൻ ചോദിക്കുകയുമില്ല, നീ വേണമെങ്കിൽ നിത്യമുള്ള ശമ്പളത്തിൽ നിന്നും കുറച്ച് പൈസ മാറ്റിവെച്ചുകൊള്ളു.
അങ്ങനെ മഹദി മാറ്റിവെച്ചു. ഒരു പൈസ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞു, മനസ്സിലായി, എനിക്ക് ഇത്രയും പൈസയുടെ ആവശ്യമില്ലായിരുന്നുവെന്ന്, അതുകൊണ്ട് ഈ പൈസ ഞാൻ ബൈത്തുൽ മാലിലേക്ക് തന്നെ ഏൽപ്പിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാത്മാക്കളുടെ വലിയൊരു പരമ്പരയാണ് സമ്പത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചവർ. ദാറുൽ ദേവന്ദിലേക്ക് ഒരു കത്ത് വരുന്നു, മുഹത്തമിമിന് വേണ്ടി അവിടുത്തെ പ്രിൻസിപ്പലിന് കത്ത് വരുന്നു. ഞാനിവിടെ ജോലി ചെയ്യുന്നു, എനിക്ക് മാസം മാസം ശമ്പളം കിട്ടുന്നുണ്ട്. ആ ശമ്പളം കൊണ്ടാണ് ഞാൻ എന്റെയും എന്റെ ഭാര്യയുടെയും ചെലവുകൾ നടത്തിയിരുന്നത്. പടച്ചവന്റെ തീരുമാനം, എന്റെ ഭാര്യ അള്ളാഹുവിലേക്ക് യാത്രയായി. ഇനി മറ്റൊരു വിവാഹം കഴിക്കുന്നതുവരെയും എനിക്ക് നൽകുന്നതായ ശമ്പളത്തിന്റെ പകുതി ശമ്പളം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف. ഈ വിജ്ഞാനത്തിന്റെയും സംസ്കരണത്തിന്റെയും പ്രബോധനത്തിന്റെയും അമൂല്യമായ നിധി നമുക്ക് എത്തിച്ചേർന്നത് ഇങ്ങനെയുള്ള ത്യാഗിവര്യന്മാര് കാരണമായിട്ടാണ്. വലിയ ശൈലിയിൽ ഈ കിതാബെല്ലാം മനോഹരമായി കാണുന്നു. അതിന്റെ പിന്നിൽ കണ്ണുനീരിന്റെ, ത്യാഗത്തിന്റെ, രാത്രിയുള്ള ഉറക്കമൊഴിച്ചതിന്റെ, വലിയ മര്യാദ കാണിക്കലിന്റെ, വിനയത്തിന്റെ, പടച്ചവനോട് താണുകേണ്ടുള്ള അപേക്ഷയുടെ വലിയ ചരിത്രം കാണാൻ സാധിക്കും. അള്ളാഹു അവരെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. فَإِذَا دَفَعْتُمْ إِلَيْهِمْ أَمْوَالَهُمْ فَأَشْهِدُوا عَلَيْهِمْ وَكَفَى بِاللَّهِ حَسِيبًا. 3. അങ്ങനെ നിങ്ങൾ അനാഥരെ വളർത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തി, അവർ പ്രായപൂർത്തിയാകും, ബുദ്ധിയും ബോധവും സദാചാര നിഷ്ഠയുമുള്ളവരാകും. നിങ്ങൾ അവരെ പൈസ ഏൽപ്പിക്കണം. പൈസ ഏൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? فَإِذَا دَفَعْتُمْ إِلَيْهِمْ أَمْوَالَهُمْ فَأَشْهِدُوا عَلَيْهِمْ. അവരുടെ സമ്പത്ത് നിങ്ങൾ അവരെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ മേൽ നിങ്ങൾ സാക്ഷിയെ നിർത്തുക. 2 പേരെ വിളിക്കണം. ഇതുപോലെ ഞാൻ ഈ കുട്ടിയെ 15 വയസ്സുവരെയും നോക്കി, എന്റെ സഹോദരന്റെ മകനാണ്, സമ്പത്തെല്ലാം ഞാനാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ അവൻ അൽഹംദുലില്ലാഹ് പ്രായപൂർത്തിയായി. നിങ്ങളെല്ലാം 2 പേരും സാക്ഷ്യം വഹിക്കാൻ, ഞാൻ ഈ സമ്പത്ത് അവരെ ഏൽപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വകഫാ ബില്ലാഹി ഹസീബാ. അവസാനം ഒരു ഭയങ്കര വാചകം, പേടിപ്പിക്കുന്ന വാചകം അല്ലാഹു പറയുന്നു. ഇങ്ങനെ വിചാരണ നിർത്തുന്നതും മാന്യമായി കഴിക്കുന്നതെല്ലാം നിയമമാണെങ്കിലും വിചാരണകൾ നടത്താൻ, കണക്കുകൾ നോക്കാൻ പടച്ചവൻ തന്നെ മതിയായവനാണ്. നിങ്ങൾ ബാഹ്യമായൊരു കണക്ക് ആൾക്കാരുടെ മുമ്പിലൊക്കെ പറയും, നിങ്ങൾ കൂട്ടുകാരനാണ്, ഞാൻ ആ കുട്ടിക്ക് പൈസ കൊടുക്കുന്നു, കൂടിയോ കുറവോ ഒന്നും അറിയില്ല. ചിലപ്പോൾ അവർ വലിയ പ്രസംഗം പ്രസംഗിക്കും, ഈ ഉസ്താദിനെ പറ്റി എന്തു പറയും, എത്ര സൂക്ഷ്മത അദ്ദേഹം കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ധാരാളം സമ്പത്ത് നിങ്ങൾ അപഹരിച്ചിട്ടുണ്ടാകും, അതെല്ലാം അല്ലാഹുവിനറിയാം.